വെൽക്കം ടു ചാപ്റ്റർ 1 സിവിൽ ഓസിയർ ഗ്രേഡ് 2ന്റെ എക്സ്പ്ലനേഷൻ പാർട്ട് 3ലേക്ക് സ്വാഗതം. പോയിന്റ് വേർ അലൈൻമെന്റ് ചേഞ്ചസ് ഫ്രം കർവ് ടു സ്ട്രെയിറ്റ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിന് മുന്നേ നമുക്ക് ജസ്റ്റ് കർവിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് രണ്ട് ടാൻജന്റ് ആണുള്ളത്, ബാക്ക് ടാൻജന്റും ഫോർവേഡ് ടാൻജന്റും. ടാൻജന്റിൽ നിന്ന് കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കർവ്. ഏതാണ് രണ്ടാമത് വരുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ടു കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കർവ്. നേരെ തിരിച്ച് കർവിൽ നിന്ന് ടാൻജന്റിലേക്ക് മാറുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് പോയിന്റ് വേർ അലൈൻമെന്റ് ചേഞ്ചസ് ഫ്രം കർവ് ടു സ്ട്രെയിറ്റ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ പോയിന്റ് ഓഫ് ടാൻജന്റ് ആണ്. The process of collecting information about an object or an area without being the direct contact. ഇപ്പോൾ ഏരിയയുടെ ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ഇല്ലാതെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ആ വേർഡ് തന്നെയുണ്ട് അതിന്റെ മീനിങ്. റിമോട്ടിൽ നിന്ന് സെൻസ് ചെയ്യുന്നു. അപ്പൊ അതിന് സാറ്റലൈറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അതിനൊരു ഫിഗർ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ്. The value of the strength of the material below which not more than 5% of the test results are expected to fall. Characteristic strength ന്റെ ബേസിക് ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മൾ കോൺക്രീറ്റിന്റെ ഒക്കെ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ക്യൂബ്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോർമലായിട്ട് ഇപ്പൊ ഒരു 100 ക്യൂബ്സ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ 95% പാസ്സായെങ്കിൽ മാത്രമാണ് ആ ക്യൂബിന്റെ സ്ട്രെങ്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അതായത് അതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 5% താഴെ മാത്രമാണ് ഫെയിൽ ആവാൻ പാടുള്ളൂ. അപ്പോൾ ബേസിക് ഡെഫിനിഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. In RCC retaining wall, extra bars provided to satisfy the bearing pressure are known as ടോർഷൻ ബാസ്, ഡബിൾ ബാസ്, ആങ്കർ ബാസ്, മെയിൻ ബാസ്. അപ്പൊ എക്സ്ട്രാ കൊടുക്കുന്ന ബാസിനെയാണ് നമ്മൾ ഡബിൾ ബാസ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ബി ആണ്. A member if a stress which is under compressive force is known as. Compressive members-നെ ഡിഫറെന്റ് കംപ്രസീവ് മെമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. കോളം ഒരു കംപ്രസീവ് മെമ്പർ ആണ്, സ്ട്രട്ട് ഒരു കംപ്രസീവ് മെമ്പർ ആണ്, പെഡസ്റ്റൽ അതെ. അപ്പൊ ഇത് തമ്മിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഡിഫറൻസസ് ആണുള്ളത്. കോളം ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. അത് പക്ഷെ സ്ട്രട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മാത്രമല്ല, അതിന് ഇൻക്ലൈൻഡ് പൊസിഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്ട്രട്ട് മെയിൻ ആയിട്ട് നമ്മൾ ട്രസ്സസിലാണ് സ്ട്രട്ട് എന്ന കംപ്രഷൻ മെമ്പറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്ട്രട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻക്ലൈൻഡ് ആയ കംപ്രസീവ് മെമ്പേഴ്സിനെയാണ് ഇവിടെ സ്ട്രട്ട് എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കംപ്രസീവ് മെമ്പേഴ്സിനെ. ഇവിടെ ടൈ മെമ്പർ എന്ന് പറയുന്നത് ടെൻസൈൽ മെമ്പർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രട്ട് ആണ്. അടുത്ത സ്റ്റീലിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു ദ നിയറസ്റ്റ് എഡ്ജ്. എഡ്ജിൽ നിന്ന് ബോൾട്ട് ഹോളിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ബി. മിനിമം പിച്ച് ഓഫ് ബോൾട്ട് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ബോൾട്ട് തമ്മിലുള്ള മിനിമം പിച്ച് എത്രയാണ് വേണ്ടത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആൻസർ ആണ് 2.5D. കുറെ കോഡൽ പ്രൊവിഷൻസ് എല്ലാം സ്റ്റീലിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഡയറക്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് ബോൾട്ടും റിവെറ്റും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും സ്പേസിങ്സിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്ത് നോക്കാം. 2.5D ആണ് ഇവിടെ ആൻസർ. The question is simply supported beam of span L carries a uniformly distributed load W per unit length. The maximum bending moment at the midpoint will be. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതിൽ UDL ആണ്, W ആണ് UDL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് മിഡ് പോയിന്റിലാണ് മാക്സിമം വരുന്നത്. അത് എത്രയാണ്? WL²/8. അപ്പം അതിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് WL²/8, ഓപ്ഷൻ എ ആണ്. The shear stress in a circular shaft of radius r subjected to torsion is maximum at a point. ഇപ്പോൾ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഒരു സർക്കുലർ ഷാഫ്റ്റിലെ ടോർഷന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റിൽ 0യും മാക്സിമം വരുന്നതിന്റെ സർഫസിലുമാണ്.
ഇപ്പൊ ഇവിടെ തന്നെ ഫിഗറിൽ കാണാം മാക്സിമം ഇതിലാണ്. ഇപ്പൊ നമുക്കൊരു റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് എളുപ്പത്തിന് ഇതേ വേരിയേഷൻ തന്നെയാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ വരച്ചപ്പോഴും വരുന്നത്. അവിടെയും സെന്റർ അത് ന്യൂട്രൽ ആക്സിസിൽ 0യും സർഫസിലെ ഏറ്റവും എക്സ്ട്രീം എഡ്ജ് ഓഫ് ഫൈബറിലായിരുന്നു മാക്സിമം. അപ്പം ബെൻഡിങ് സ്ട്രെസ്സിന്റെയും ടോർഷന്റെയും വേരിയേഷൻ ഷിയർ സ്ട്രെസ്സിൽ വരുന്ന ടോർഷന്റെ കേസിലും ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഒരേ പാറ്റേണിലാണ്. ബെൻഡിങ് സ്ട്രെസ്സിന്റെയും ടോർഷന്റെ കേസിൽ ഷിയർ സ്ട്രെസ്സിന്റെയും വേരിയേഷൻ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ മാക്സിമം വരുന്ന പോയിന്റ് ആയിരുന്നു, അത് എക്സ്ട്രീം എഡ്ജിലാണ്. ഇവിടെ എക്സ്ട്രീം വരുന്ന ആ ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് എന്നാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Modulus of section Z of hollow circular section with external diameter capital D and internal diameter small d will be. അപ്പോൾ മോഡുലസ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് Z ആണ്. Z എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഡിവൈഡഡ് ബൈ Y എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. I എന്ന് പറയുന്നത് ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. അതിന്റെ ആൻസർ 5/64 ഇൻറ്റു d⁴ മൈനസ് സ്മോൾ d⁴ ആണ്. ഇനി Y എക്സ്ട്രീം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D/2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ I/Y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 5/32D ഇൻറ്റു d⁴ മൈനസ് സ്മോൾ d⁴ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, a circular column of diameter D under any load will have compressive stress throughout the section of the load act within concentric circle known as core of diameter. നമുക്ക് കോർ രണ്ട് സെക്ഷനെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സർക്കുലറും ഒന്ന് സ്ക്വയറും ആണ്. ഇവിടെ സർക്കുലർ സെക്ഷന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ D/4 ആണ് ആൻസർ. അതേസമയം സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ആൻസർ D/3 ആയിരുന്നു. ഇവിടുത്തെ ആൻസർ D/4. We lay crippling load for a column of length L with both ends fixed is. We lay crippling load ന്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് π² EI/LE². LE എന്ന് പറയുന്നത് കാണിക്കുന്ന എഫക്റ്റീവ് ലെങ്തിനെയാണ്. ഇവിടുത്തെ നമ്മുടെ എൻഡ് കണ്ടീഷൻസ് തന്നിരിക്കുന്നത് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണ്. ബോത്ത് എൻഡ്സും ഫിക്സ്ഡ് ആണെങ്കിൽ L എഫക്റ്റീവ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്തിന്റെ ഹാഫ് ആണുള്ളൂ. ദാറ്റ് ഈസ് L എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L/2. ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷനിൽ L ഈസ് ഈക്വൽ ടു L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4π² EI ഡിവൈഡഡ് ബൈ L² ആണ്. ഓപ്ഷൻ സി ആണ് correct answer. It is an instrument to determine the velocity at required point in the flowing stream. Velocity കണ്ടുപിടിക്കാനായിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഡിസ്ചാർജിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ എല്ലാം. ഇവിടെ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ആണ്, പിറ്റോ ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. It is a velocity at which the flow changes laminar flow to the turbulent flow. ലാമിനാറിൽ നിന്ന് ടർബുലന്റിലേക്ക് വേരി ചെയ്യുന്ന വെലോസിറ്റിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, it is a tank is also provided just on the upstream of the power to control the pressure variation and eliminate the effect of water hammer. പെൻസ്റ്റോക്കിൽ നിന്നാണ് വെള്ളം വരുന്നത് നമ്മുടെ പവർ ഹൗസിലേക്ക്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ഒരു പ്രഷർ വേരിയേഷൻ എല്ലാം വരുമ്പം അവിടെ വാട്ടർ ഹാമർ എന്നൊരു എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഭയങ്കര ഡെഡ്ലി എഫക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സേഫ്റ്റി വാൽവ് എന്നൊക്കെ പറയുന്നത് കൊടുക്കുന്നതാണ് നമ്മുടെ സർജ് ടാങ്ക്. സർജ് ടാങ്ക് ജസ്റ്റ് ഒരു അപ്ഹെഡ് റിസർവോയർ ടാങ്ക് ആണ്. അപ്പൊ എക്സ്ട്രാ വെള്ളം വരുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുകയും അതേസമയം വെള്ളത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ എക്സ്ട്രാ സർജ് ടാങ്കിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ സർജ് ടാങ്ക് ആണ് ഇവിടെ ആൻസർ. I is the ratio of inertia force to the gravity force. ഡയമെൻഷൻലെസ് നമ്പേഴ്സ്, ഡിഫറെന്റ് ഡയമെൻഷൻലെസ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടാണ് വരുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനേർഷ്യ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ഏതാണ് എന്നാണ്. ഫ്ലൂയിഡ്സ് നമ്പർ ആണ് വരുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ മെയിൻ ആയിട്ടും അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫ്ലോ ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോസ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫ്ലോയിനെ ക്ലാസിഫൈ ചെയ്യുന്നതും എല്ലാം പറയുന്നത് ഫ്ലൂയിഡ്സ് നമ്പറിന്റെ വെച്ചിട്ടാണ്. നമ്മൾ ഫ്ലോയിനെ ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ, സൂപ്പർ ക്രിട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് ഫ്ലൂയിഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ ആണോ, ഈക്വൽ ടു ആണോ, ലെസ് ദാൻ 1 ആണോ എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഫ്ലോസിൽ, അതായത് ഓപ്പൺ ചാനൽ ഫ്ലോസിൽ ഫ്ലൂയിഡ്സ് നമ്പറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതേസമയം വിസ്കസ് ഫോഴ്സ്, അതായത് പൈപ്പ് ഫ്ലോയിലൊക്കെ വിസ്കസ് ഫോഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്.
ഓയിലേഴ്സ് ആണെങ്കിൽ പ്രഷർ ഫോഴ്സ് ആണ്, ഇനേഷ്യ ഫോഴ്സ്. എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ ഇനേഷ്യ ഫോഴ്സ് ആണ്, ഡിനോമിനേറ്റർ ആണ് വേരിയേഷൻ വരുന്നത്. റെനോൾഡ്സ് നമ്പർ ആണ് ജസ്റ്റ് ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ബാക്കി എല്ലാത്തിനും സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ്, സ്ക്വയർ റൂട്ട് ഓഫ് അങ്ങനെയാണ് വരിക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചേക്കുന്ന ഗ്രാവിറ്റി ഫോഴ്സ് ആയതുകൊണ്ട് ആൻസർ ഫ്രൂട്ട്സ് നമ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ fall of moisture from the atmosphere to the earth surface in any form. അറ്റ്മോസ്ഫിയറിൽ നിന്ന് എർത്ത് സർഫസിലേക്ക് മോയ്സ്ചറിന്റെ ഏത് ഫോമിൽ മോയ്സ്ചർ വരുന്നതിനെ പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറയുന്നത്. മഴ മാത്രമല്ല പ്രസിപ്പിറ്റേഷൻ പല സ്നോ ആണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. ആലിപ്പഴം എല്ലാം ഒരു പ്രസിപ്പിറ്റേഷൻ ഒരു ഫോംസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രസിപ്പിറ്റേഷൻ ആണ് ആൻസർ. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചെടികളിൽ നിന്ന് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് വെള്ളം തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. റൺ ഓഫ് എന്ന് പറയുന്നത് മഴ കഴിഞ്ഞ് മഴവെള്ളം ഒഴുകി പോകുന്നതിന്, അത് സർഫസും സബ് സർഫസും എന്നും രണ്ടായിട്ട് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെർക്കുലേഷൻ എന്ന് പറയുന്നത് വെള്ളം ഭൂമിയുടെ എർത്ത് സർഫസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് ഗ്രൗണ്ട് വാട്ടർ സർഫസിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ പ്രസിപ്പിറ്റേഷൻ ആണ്. The amount of water stored in river channel without any artificial storage is called. നാച്ചുറൽ ആയിട്ട് റിവർ ചാനലിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിനെ നമ്മൾ പറയുന്നതാണ് വാലി സ്റ്റോറേജ്. ഡാം നമ്മളൊരു ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനാണ് ഡാം എന്ന് പറയുന്നത്. ഇവിടെ ഡൈവേർഷൻ ഡാം എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ്. വാലി സ്റ്റോറേജ് ആണ് നാച്ചുറൽ ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനെ പറയുന്നത്. ഡെഡ് സ്റ്റോറേജ് എന്താണ്? നമ്മളൊരു റിസർവോയറിന് പല ലെവലിൽ വാട്ടർ നിൽക്കുന്നതിന് പല ലെവൽ, ഏറ്റവും താഴെ കാണുന്ന ലെവലിനെയാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സിൽറ്റ് കണ്ടന്റ് എല്ലാം ഡെപ്പോസിറ്റ് ആവുന്നത്. നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത ഒരു പോർഷൻ ആണ് ആ ഭാഗത്തെ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ വാലി സ്റ്റോറേജ്. The area of the land which drain into the stream of reservoir is called. റിസർവോയറിനെ സംബന്ധിച്ച് അതിന് അതിന് ഇമ്പാക്റ്റ് ഉള്ള ആ പ്ലേസസിനെയാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റിസർവോയേഴ്സിനും ഒരു പർട്ടിക്കുലർ കാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന മഴ പെയ്തൊക്കെ ഉണ്ടാവുന്ന വെള്ളമായിരിക്കും റിസർവോയറിലേക്ക് വരുന്നത്. അപ്പം റിസർവോയറിനെ സംബന്ധിച്ച് അതിന്റെ ഏരിയ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് കാച്ച്മെന്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ കാച്ച്മെന്റ് ഏരിയ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Canal normally used for diversion or flood water of river is. ഡൈവേർഷന് വേണ്ടിയിട്ട് അല്ലെ ഫ്ലഡ് വാട്ടറിന്റെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന കനാൽ എന്ന് പറയുന്നത് ഇന്നൻഡേഷൻ കനാലാണ്. പെരിനിയൽ കനാൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം പോകുന്ന കനാലിനെയാണ് പെരിനിയൽ കനാൽ എന്ന് പറയുന്നത്. ഇന്നൻഡേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് കനാൽ എന്ന് പറയുന്നത് വളരെ ഫ്ലഡിന്റെ സിറ്റുവേഷൻസിൽ മാത്രം ഫംഗ്ഷൻ ചെയ്യുന്ന കനാലാണ് ഇന്നൻഡേഷൻ കനാൽ. റിഡ്ജ് കനാൽ എന്ന് വെച്ചാൽ റിഡ്ജിൽ കൊടുക്കുന്ന കനാൽസാണ് റിഡ്ജ് കനാൽ. കോണ്ടൂറിന്റെ ഏരിയയിൽ കൊടുക്കുന്ന കനാലിനെയാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. റിഡ്ജ് കനാൽ ആണെങ്കിൽ ബോത്ത് സൈഡ്സിൽ നമുക്ക് ഇറിഗേഷൻ പോസിബിൾ ആണ്. കോണ്ടൂർ ആണെങ്കിൽ വൺ സൈഡ് മാത്രമാണ് ഇറിഗേഷൻ പോസിബിൾ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇന്നൻഡേഷൻ കനാലാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ ക്രൗൺ ആൻഡ് ദ എഡ്ജ് ഓഫ് ദ സർഫസ്. ഇത് ഹൈവേയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്രൗൺ എന്ന് പറയുന്നത് റോഡിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലെ മിഡ് പോയിന്റ്, ഏറ്റവും ഹൈറ്റ് കൂടിയ മിഡ് പോയിന്റിലാണ്. ആ മിഡ് പോയിന്റിൽ നിന്ന് റോഡിന്റെ എഡ്ജിലേക്ക് വരയ്ക്കുന്ന ആ സ്ലോപ്പിനെ പറയുന്ന പേരാണ് ക്യാമ്പർ. ക്യാമ്പറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്രെയിനേജ് ഓഫ് വാട്ടർ ആണ്. സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കർവ്സിന്റെ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡിനെ നമ്മൾ ഇന്നർ എഡ്ജിനേക്കാളും ഉയർത്തി കൊടുക്കാറുണ്ട്. അതിനാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. കാരേജ് വേ എന്ന് പറയുന്നത് വെഹിക്കുലർ മൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോർഷനാണ് കാരേജ് വേ, നമ്മുടെ റോഡ് കാരേജ് വേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ക്യാമ്പർ ആണ്. The solution of bitumen, asphalt or coal tar in solvent is. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കട്ട് ബാക്ക് ആണ്. Station which are meant only for the control of the track is called. ട്രാക്കിന്റെ കൺട്രോൾ മാത്രമാണ് ആ സ്റ്റേഷനെ സംബന്ധിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അല്ലാതെ അവിടെ ട്രെയിനിന്റെ സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മീൻസ് ട്രെയിനിന്റെ സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവില്ലാത്ത അങ്ങനെയുള്ള സ്റ്റേഷനെയാണ് ഫ്ലാഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്രെയിനിൽ പോകുമ്പം ചെറിയ ചെറിയ സ്റ്റേഷൻസിൽ ജസ്റ്റ് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഫ്ലാഗ് കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഫ്ലാഗ് സ്റ്റേഷൻ മാത്രമാണ്, ട്രാക്കിനെ മാത്രമാണ് അവർ കൺട്രോൾ ചെയ്യുന്നുള്ളൂ.
ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലാഗ് സ്റ്റേഷൻ. ജംഗ്ഷൻ എന്ന് പറയുന്നത് 3 കൂടുതൽ ഡയറക്ഷനിലേക്ക് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഷൊർണൂറും എറണാകുളം ഒക്കെ ജംഗ്ഷന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. Paved surface used for landing and take off of aircraft is known as. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും റൺവേയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റൺവേ ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കാം. ഏപ്രൺ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സ് വിമാനത്തിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും അതുപോലെ ഒക്കെ ഏപ്രൺ എന്ന സ്ഥലത്താണ്. റൺവേയിൽ വന്നിറങ്ങുന്ന വിമാനം പാസഞ്ചേഴ്സിനെ കയറ്റാനോ അല്ലെങ്കിൽ ഇറക്കാനോ ആയിട്ട് വരുന്നത് ഏപ്രണിലേക്ക് വരുന്നത് ടാക്സി വേ വഴിയാണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എവിടെയാണ് എന്നായിരുന്നു. ആൻസർ റൺവേ. Upstream nose of a bridge pier shaped for easy and smooth flow of water through it is known as. ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിന്റെ സപ്പോർട്ടാണ് പിയേഴ്സ്. വലിയ വലിയ സ്ട്രക്ചേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ആ പിയേഴ്സിലേക്ക് വെള്ളം വരുന്ന ഡയറക്ഷൻ ആ ഭാഗത്തൊരു എന്താ പറയുക ഷാർപ്പ് എഡ്ജിലായിരിക്കും ഒരു സ്ട്രക്ചർ ആയിരിക്കും കാണുക. അത് ജസ്റ്റ് പിയറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വെള്ളത്തിന്റെ ആക്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജിൽ കൊടുക്കും. അപ്പോൾ വെള്ളത്തിന് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ജസ്റ്റ് ആ പിയറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനാണ് കട്ട് വാട്ടറിനെ കട്ട് ചെയ്യാം. അതേസമയം അതിന്റെ മറ്റേ എൻഡിൽ അത് വീണ്ടും ഒരു സ്മൂത്ത് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക. എന്ന് വെച്ചാൽ വെള്ളത്തിന് വീണ്ടും ജോയിൻ ചെയ്ത് പോകാൻ വേണ്ടി, വെള്ളം രണ്ടായിട്ട് പകുന്നു പോകാതെ വീണ്ടും ജോയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ഈസ്റ്റ് വാട്ടർ എന്ന് പറയും. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന അപ്സ്ട്രീം എൻഡിൽ, അപ്പോൾ അപ്സ്ട്രീം എൻഡിൽ കൊടുക്കുന്നത് കട്ട് വാട്ടറും ആ പിയറിന്റെ ഡൗൺ സ്ട്രീം എൻഡിൽ കൊടുക്കുന്നത് ഈസ്റ്റ് വാട്ടറും ആണ്. ഈസി വാട്ടർ അല്ല, ഈസ്റ്റ് വാട്ടർ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കട്ട് വാട്ടർ ആണ്. The supports provided to the superstructure of the bridge are the abutments and piers, allowing free longitudinal or angular movements to the main girders or trusses of bridge. ഇവിടെ ബിയറിംഗ്സ് എന്നതിന്റെ ബേസിക് ഡെഫിനിഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബിയറിംഗ്സ് ആണ്. A bridge having maximum span 6 meter is called. 6 മീറ്റർ വരെയാണ് ഒരു ബ്രിഡ്ജിന്റെ സ്പാൻ എങ്കിൽ അതിനെ വിളിക്കുന്നത് കൾവേർട്ട് എന്നാണ്. ഇനി 8 തൊട്ട് 30 മീറ്റർ വരെയാണ് ബ്രിഡ്ജിന്റെ സ്പാൻ എങ്കിൽ അതിന് മൈനർ ബ്രിഡ്ജ് എന്നും, 30 തൊട്ട് 120 മീറ്റർ വരെയാണെങ്കിൽ അതിന് മേജർ ബ്രിഡ്ജ് എന്നും പറയുന്നു. ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ സി കൾവേർട്ട് ആണ്. The value at the end of the utility period without being dismantled is. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ച് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സമയം കഴിഞ്ഞു, പക്ഷെ അത് നമ്മൾ പൊളിച്ചു കളയുന്നില്ല. അപ്പോൾ വിത്ത് എ സ്ട്രക്ചർ അതിന് യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞ ആ സ്ട്രക്ചറിന് വിത്തൗട്ട് അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യാതെയുള്ള അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സാൾവേജ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി അതിനെ പൊളിക്കുവാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിന് നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നതാണ് സ്ക്രാപ്പ് വാല്യൂ. ഇനി ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ ഇതിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ ഒരു അസറ്റിന്റെ വിലയിൽ നിന്ന് ഡിപ്രിസിയേഷൻസ് എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബുക്ക് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതൊരു മാർക്കറ്റിൽ നമ്മൾ സെയിലിലേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന സെയിൽ വഴി അങ്ങനെ കിട്ടുന്ന വിലയെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ സാൾവേജ് വാല്യൂ. The capacity of doing work by an artisan or skilled labor in the form of quantity of work per day is known as. ഔട്ടേൺ വർക്കിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഡേ വർക്ക്, ടാസ്ക് വർക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവിടെ ഓപ്ഷനിൽ കിടന്നിരിക്കുന്നത് ഔട്ടേൺ വർക്കാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The expected outturn of cement concrete 1:2:4 per mason per day is. Answer is 5 meter cube. Option B ആണ് correct answer. The drafting setting used to constrain the movement of cursor either horizontal or vertical direction is. ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് കഴ്സർ മൂവ് ചെയ്യുന്നത്, അത് പെർപെൻഡിക്കുലർ മാത്രമാണ് മൂവ്മെന്റ് പോസിബിൾ ആണ് എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഓർത്തോ കമാൻഡ്. F8 ആണ് ഓർത്തോ കമാൻഡ്. The command used to set drawing boundaries in AutoCAD. ബൗണ്ടറീസ് വെക്കാൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ലിമിറ്റ്സ് വെച്ചിട്ടാണ്. ഇവിടെ ആൻസർ ഡി ആണ്. Thank you. If found useful, subscribe our channel.